നോക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സെഷൻ. അപ്പം നമ്മുടെ അടുത്ത സെഷൻ 4 ബേസിക്സും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂ ലൈഫ് കമ്മ്യൂൺ ഇതെല്ലാം ഡീറ്റെയിൽ ചെയ്യാനായിട്ട് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഇന്ന് നമുക്കത് ചെയ്തു തരുന്നത്. ഒരു കറതീർന്ന ഒരു പ്രൊഫഷണൽ. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ ബിസിനസ് മാനേജ്മെന്റ് അതിൽ നിന്ന് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം എടുത്ത ഒരു വ്യക്തി. അത് മാത്രമല്ല പല മൾട്ടിനാഷണൽ കമ്പനിയിലും ആദ്യം കാഡ്ബറിയിലായിരുന്നു, അതിനുശേഷം ടാറ്റ ടെലി സർവീസിൽ വന്നു, റിലയൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എബ്രോഡിലെ നൈജീരിയയിൽ വന്നിട്ട് ഗ്ലോബക്കാം എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. ഇന്ന് ശരിക്കും കൊച്ചിയിൽ നിന്നല്ല ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ സെയിൽസ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം 2019 അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്ന വലിയൊരു മഹാഭാഗ്യമായിട്ട് കാണുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് നിങ്ങൾ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നതും അതിനെപ്പറ്റിയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിലേക്ക് വന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് ന്യൂ ലൈഫ് കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഒരു ഗ്രോ ചെയ്ത ഒരു വ്യക്തിയിൽ ഒരാളാണ് നമുക്കിത് പരിചയപ്പെടുത്തുന്നത്. മറ്റാരുമല്ല, ഇന്ന് ന്യൂ ലൈഫ് കമ്മ്യൂണിറ്റിയുടെ ഈ ഒരു സിസ്റ്റം വഴി മോദി കെയറിലെ SED സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞ പൊസിഷൻ 11 മാസം കൊണ്ട് അച്ചീവ് ചെയ്ത, ഇന്ന് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്, കർണാടക, അതുപോലെ തന്നെ ഗുജറാത്ത്, മഹാരാഷ്ട്ര ഇവിടെ എല്ലാം തന്നെ തൻ്റെ ബിസിനസ് വ്യാപിപ്പിച്ച നമ്മുടെ എല്ലാം വളരെ ലവിങ് ആയിട്ടുള്ള പേഴ്സൺ അരുൺ കുമാർ കർത്തയെ ഞാൻ വളരെ ഇതായിട്ട് ക്ഷണിക്കുന്നു. അരുൺജി, വെൽക്കം. താങ്ക് യു റിജു. സ്ക്രീൻ ഞാനൊന്ന് ഷെയർ ചെയ്യാം. അരുൺ കുറച്ച് ശബ്ദം കൂട്ടിക്കോളൂ കേട്ടോ. ഓക്കെ. വിനോജി കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം കേൾക്കാം. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. വെൽക്കം ടു ശുഭാരംഭം. ഹാപ്പി ന്യൂ ഇയർ എവരിവൺ. ഈ വർഷത്തെ ആദ്യത്തെ ശുഭാരംഭമാണ്. നമ്മളിവിടെ കാണാൻ പോകുന്നത് 2021 നമുക്ക് എങ്ങനെ ഈ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാം. ഇത് ആക്ച്വലി ഒരു പ്രൂവൺ സിസ്റ്റമാണ്, തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സിസ്റ്റമാണ്. സീരിയസ് ആയിട്ടുള്ള ബിസിനസ് പാർട്ട്നേഴ്സിന് അക്രോസ് ഇന്ത്യ തെളിയിക്കപ്പെട്ടുള്ള ഒരു സിസ്റ്റമാണ്. വളരെ ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള 3-4 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ ഒരു മെന്ററുടെ ആവശ്യമുണ്ട്. നമ്മൾ ശ്രീജിത്തിന്റെ പ്രസന്റേഷൻ ഓൾറെഡി കണ്ടു എന്താണ് മെന്ററുടെ ആവശ്യം എന്നുള്ളത്. എങ്കിലും കുറച്ചുകൂടെ വിശദമാക്കാം. ഒരു മെന്റർ എന്ന വ്യക്തി നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ് ആക്ച്വലി സേവ്സ് ഇയേഴ്സ് ഫോർ അസ്. ഒരു 6-7 വർഷം എടുത്ത് ചെയ്യുന്ന കാര്യം നമ്മുടെ കൂടെ മെന്റർ ഗൈഡ് ചെയ്യാൻ നമുക്കുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്കൊരു 3-4 വർഷത്തിനുള്ളിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ആ മെന്റർ ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിരിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് നിങ്ങളുടെ ബിസിനസ്സിൽ സ്ഥാപിത താല്പര്യവും ഉണ്ടായിരിക്കും. സോ യു ഷുഡ് ഹാവ് എ മെന്റർ ഹു ഈസ് സക്സസ്ഫുൾ ഇൻ ദിസ് ബിസിനസ് ആൻഡ് ഹു ഹാസ് എ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇൻ യുവർ ബിസിനസ്. ഹി വിൽ ഗൈഡ് യു ത്രൂ ദ റൈറ്റ് പാത്ത്. വളരെ ശരിയായ വഴിയിൽ കൂടെ നിങ്ങളെ അദ്ദേഹം ഈ ബിസിനസ്സിൽ ഗൈഡ് ചെയ്യും. അതോടെ നിങ്ങളുടെ അച്ചീവ്മെന്റ് വളരെ വേഗത്തിലായി തീരുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂം മീറ്റിംഗ്, ട്രെയിനിങ്സ്. ഈ ബിസിനസ്സിൽ ഇത് രണ്ടും മാത്രമാണ് ഇവിടെ നമുക്ക് ഫ്യൂവൽ ആയിട്ടുള്ളത്. ഈ ബിസിനസ്സിൽ വളരെയധികം പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. പക്ഷെ നമ്മളെ ഈ ബിസിനസ്സിൽ ലൈവായി നിർത്തി ക്രീസിൽ നിന്ന് ബാറ്റിംഗ് തുടരാൻ നമ്മളെ സഹായിക്കുന്ന 2 കാര്യങ്ങളാണ് സൂം മീറ്റിംഗ്സും ട്രെയിനിങ്സും. ബേസിക്കലി ഇവിടെ വരുന്നു, ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യുന്നു. നമ്മുടെ ടീം മെമ്പേഴ്സും ഇവിടെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു കോമൺ ഗോളിലേക്ക് എല്ലാവരും അലൈൻ ആവും. അങ്ങനെ അലൈൻ ആയ ഒരു ടീം നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തുകയും ബിസിനസ് ഗ്രോത്ത് കൈവരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ഈ ബിസിനസ്സിൽ നമുക്ക് സീരിയസ് ആയിട്ട് ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് ഈ ബിസിനസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഫിൽറ്റർ കൂടെയാണ്. ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ആൾക്കാർ തീർച്ചയായിട്ടും ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാരാണ്. അവരെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. പുതുതായിട്ട് വരുന്ന ആൾക്കാർ പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യം, ആക്റ്റീവ് ആയിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യണം. ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. തുടക്കത്തിൽ ചിലപ്പോൾ നമ്മളോ 1-2 പേര് മാത്രമേ ഗ്രൂപ്പിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ പുതുതായിട്ട് വരുന്ന ആൾക്കാരെ ആ ഗ്രൂപ്പിലേക്ക് വെൽക്കം ചെയ്യാം. അച്ചീവ്മെന്റ്സ്, ടൈറ്റിൽ അച്ചീവ് ചെയ്യുന്നവരെ അതിൽ കൺഗ്രാജുലേറ്റ് ചെയ്യാം. കമ്പനിയിൽ നിന്നുള്ള അപ്ഡേറ്റ്സ്, പ്രോഡക്റ്റ് അപ്ഡേറ്റ്സ്, ഓഫർ അപ്ഡേറ്റ്സ് എല്ലാം ആ ഗ്രൂപ്പിൽ കൊടുക്കുക, പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഇന്ററാക്ഷൻ ടീം മെമ്പേഴ്സ് തമ്മിൽ അവിടെ സംഭവിക്കും. അതുകൂടാതെ ഡെയിലി ബഡി മീറ്റിംഗ്സ്, ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഒരു 15 to 30 മിനിറ്റ്സിന്റെ ബഡി മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക.
ബേസിക്കലി എല്ലാവരും കൂടെ ഒത്തുകൂടുന്നു, അപ്ഡേറ്റ്സ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു, പിരിയുന്നു, അല്ലെങ്കിൽ അച്ചീവേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, ഇതെല്ലാം എന്തും ആവാം. പക്ഷെ ഈ രണ്ട് കാര്യങ്ങളും വളരെ ക്രിട്ടിക്കലാണ്. കാരണം അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു, റിലേഷൻഷിപ്പ് ബിൽഡിങ്ങും നടക്കുന്നു. ഒരുമിച്ച് വന്ന് സൂം മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഫോൺ വിളിച്ചാലോ അല്ലെങ്കിൽ വൺസ് ഇൻ എ വൈൽ എന്താ പറയാ അവരെ പോയി കാണുമ്പോഴോ അത് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്, ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ആ ഒരു ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പും ഈ ഒരു ഡെയിലി ബഡി മീറ്റിംഗ്സിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ നമ്മുടെ അപ്ലൈൻ ശ്രീ വിനോദ് നമ്പൂതിരി, അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സപ്പോർട്ടാണ്. ഇന്ത്യൻ MLM ഗുരു എന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതുകൂടാതെ IKN101 എന്ന യൂട്യൂബ് ചാനലുണ്ട്. ഇന്ത്യൻ MLM ഗുരു സ്പെസിഫിക്കലി ഇൻഡസ്ട്രി ഓറിയന്റഡ് ആണ്. അതുകൂടാതെ പ്രോസസ് സിസ്റ്റംസ് ഇതൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ IKN101 എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് മോദി കെയറിന് വേണ്ടിയുള്ള മോദി കെയറിൽ എന്ത് ചെയ്യണം എന്നുള്ള വീഡിയോ യൂട്യൂബ് ചാനലാണ്. അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്തും നമുക്ക് വീഡിയോസ് ലഭിക്കുന്നതാണ്. എല്ലാ ഞായറാഴ്ചയും അദ്ദേഹം ഇന്ത്യൻ MLM ഗുരുവിലെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ചാനൽസിലൂടെ റൺ ത്രൂ ചെയ്താൽ നമുക്ക് നല്ലൊരു നോളജ് ഗെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ ഇന്ന് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ട്രെയിനിങ് ശുഭാരംഭം എല്ലാ സൺഡേയിലും എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം 3 മണിക്കാണ്. ഇവിടെ നമുക്ക് എങ്ങനെ ഈ ബിസിനസ് ചെയ്യണം എന്നുള്ള ഇൻപുട്സ് കിട്ടുന്നു. അതുകൂടാണ്ട് അച്ചീവേഴ്സിനെ കാണാൻ സാധിക്കുന്നു. അതുകൂടാതെ വിനോദ്ജിയുടെ ഒരു സെഷനും ഉണ്ടാവും. ഇൻപുട്സ് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അങ്ങനെ നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്ന പഠിക്കാം. SPBM എന്ന് പറയുന്നത് സക്സസ് പ്രിൻസിപ്പിൾസ് ബൈ മോദി കെയർ. മോദി കെയറിന്റെ ട്രെയിനിങ് സിസ്റ്റമാണ്. training.modicare.com അല്ലെങ്കിൽ അതുകൂടാതെ im.modicare.com ഈ രണ്ട് സൈറ്റുകളിൽ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി പ്രോഡക്റ്റ് ട്രെയിനിങ്ങും സിസ്റ്റം ട്രെയിനിങ്ങും നമുക്ക് അവിടെ തരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് പ്രോഡക്ട്സ് പഠിച്ചിട്ട് സ്വയം സർട്ടിഫൈ ഉള്ള ടെസ്റ്റും നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അത്രയും ഹൈടെക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് കമ്പനി തരുന്നത്. ഇതുകൂടാതെ മോദി കെയർ കമ്പനിയുടെ ഓൺലൈൻ സപ്പോർട്ട് ഉണ്ട്. മോദി കെയറിന് എല്ലാ സ്റ്റേറ്റുകളിലും ഏരിയ സെയിൽസ് മാനേജർ ഉണ്ട്. കേരളത്തിലും ഏരിയ സെയിൽസ് മാനേജർ ഉണ്ട്. ട്രെയിനിങ് അവരുടെ ഒരു സെപ്പറേറ്റ് വെർട്ടിക്കലാണ്. ട്രെയിനർ ജോമേഷ് ജോസഫ് ആണ്. അപ്പൊ ഇവരെല്ലാ ദിവസവും 2 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് 2-3 സെഷൻസ് അവർ നമുക്ക് തരുന്നുണ്ട്. പ്രോഡക്ട്സ് ആയിരിക്കാം, സിസ്റ്റം ആയിരിക്കാം, ഇന്ന് നമ്മൾ കണ്ട ശുരുവാത് ട്രെയിനിങ് ആയിരിക്കാം. അപ്പം എല്ലാ രീതിയിലും ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമുള്ള ട്രെയിനിങ്സ് നമുക്ക് അവിടെ ലഭിക്കുന്നു. അപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബിസിനസിന്റെ ഒരു രീതിയാണിത്. എല്ലാ ബിസിനസ്സിലും ഒരു പ്രത്യേക ഓരോ രീതികളുണ്ട്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ട്രെയിനിങ്സും മീറ്റിംഗ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് കമ്പനി തന്നെ ഡെയിലി 3 മണിക്കൂറോളം ട്രെയിനിങ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ ഫാക്ടർ 3, മൂന്നാമത്തെ ക്രിട്ടിക്കൽ ഫാക്ടർ, എല്ലാ ദിവസവും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള വൈ ഫാക്ടർ വേണം. അതനുസരിച്ച് നമ്മൾ ഡ്രീംസും ഗോൾസും സെറ്റ് ചെയ്യണം. ഇത് ഓൾറെഡി ശ്രീധരന്റെ പ്രസന്റേഷനിൽ അദ്ദേഹം പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഒരു സ്ട്രോങ് വൈ ഫാക്ടർ. എന്തിനാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നത്? ആരെങ്കിലും ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, വന്നു 2 ദിവസം ആരോടോ പറഞ്ഞു, അവർ വന്നില്ല, ഞാൻ നിർത്തി, ഇതാണോ ഉദ്ദേശം? അതോ ഒരു സ്ട്രോങ് വൈ ഫാക്ടർ വെച്ച് ഡ്രീംസും ഗോൾസും സെറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ ദ ബിസിനസ് ഫോർ ലോങ്, അതിനു വേണ്ടിയാണോ? ഈ സ്ട്രോങ് വൈ ഫാക്ടർ വേണമെന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ലെവൽ അവിടെ ഗേജ് ചെയ്യുകയാണ്. ഒരു സ്ട്രോങ് വൈ ഫാക്ടർ ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിലൂടെ ആ വൈ ഫാക്ടർ, ആ ഡ്രീം, ആ ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്റെ കമ്മിറ്റ്മെന്റ് ലെവൽ ഈ ബിസിനസ്സിനോട് വളരെ അധികമായിരിക്കും. അത് മാത്രമല്ല, ഈ ബിസിനസ്സിൽ വളരെ കാലം തുടരാനും നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. കണ്ടിരിക്കുന്ന ഒരു പ്രവണത, ഈ ബിസിനസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആൾക്കാർ വളരെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയി നല്ല ലെവൽസിൽ എത്തുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൂടാതെ ഒരു 2 മണിക്കൂർ എല്ലാ ആഴ്ചയും പഠിക്കാനുള്ള ഒരു കമ്മിറ്റ്മെന്റ് ലെവൽ നിങ്ങൾക്കുണ്ടോ? ആ 2 മണിക്കൂർ വേറെ ഒന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ ശുഭാരംഭം എന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ്. 3 മണിക്കോ 5 മണിക്കോ ഇടയ്ക്കുള്ള ഈ 2 മണിക്കൂറിൽ എത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുമോ അത്രയും നമ്മൾ പഠിക്കണം. ഇനി എങ്ങനെയാണ് ഈ ബിസിനസ് തുടങ്ങുക? 2-3 പ്രോസസ്സ് ഉണ്ട്. ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ലിസ്റ്റ് ബിൽഡിംഗ്. അപ്പോൾ ലിസ്റ്റ് ബിൽഡിങ്ങിൽ നമുക്ക് 1000 പേരുടെ ഒരു ലിസ്റ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മുടെ ഫോൺ എടുത്താൽ തന്നെ ചിലപ്പോൾ 1000 കൂടുതൽ ആൾക്കാരുടെ നമ്പേഴ്സ് ഉണ്ടാവും. നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആരൊക്കെ ലിസ്റ്റിൽ വരാമെന്നുള്ള ശ്രീത്ത് ഓൾറെഡി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി തുടങ്ങിയിട്ട് ഒരു 100 പേരുടെ ലിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ആക്ഷൻ തുടങ്ങുക. എന്താണ് ആക്ഷൻ? ഒന്നാമത്തെ കാര്യമാണ് ഇൻവിറ്റേഷൻ. അപ്പോൾ ഇൻവിറ്റേഷൻ എന്താ പറയുന്ന ഒരു ഇൻട്രോ കോളാ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഒരു സ്ക്രിപ്റ്റ്, നമ്മുടെ ന്യൂ ലൈഫ് കമ്മ്യൂണിന് വേണ്ടി വിനോജി തന്നൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഒരു 20 സെക്കൻഡ് ആണ് സ്ക്രിപ്റ്റിന് വരിക. എന്താണ് സ്ക്രിപ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഹലോ, ശ്രീജിത്ത് അല്ലേ? നമസ്കാരം. ഞാനിപ്പോൾ വിളിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. നിലവിലുള്ള കട ഒന്ന് മാറ്റിയാൽ നിങ്ങളുടെ ചിലവുകൾ വരുമാനമാക്കി മാറ്റാൻ കഴിയും. ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു സമ്പത്ത് സൃഷ്ടിക്കാനും അത് വരും തലമുറയിലേക്ക് കൈമാറാനും കഴിയും. ഇതിനെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കാൻ 3 വീഡിയോസ് ഞാൻ അയക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരു 45 മിനിറ്റ്സിൽ കണ്ടു തീർക്കാം.
പറ്റുമെങ്കിൽ വേഗം കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയാമോ? വീഡിയോസ് കാണുന്നതിൽ വിരോധമില്ലല്ലോ. ഈ ഒരു കാര്യം മാത്രമാണ് അവരോട് പറയേണ്ടത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചെയ്യേണ്ടത് ആ 3 വീഡിയോസ് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതും വിനോദ്ജി നമുക്ക് വേണ്ടി ന്യൂ ലൈഫ് കമ്മ്യൂണിറ്റി ടീമിന് വേണ്ടി ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നതാണ്. ഇത് നമ്മൾ ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ചാൽ 100 കിലോമീറ്ററിന് അകലെയുള്ള പ്രോസ്പെക്ട്സിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുക. കാരണം 100 കിലോമീറ്ററിനുള്ളിലുള്ളവരാണെങ്കിൽ നമുക്ക് പോയി കണ്ടിട്ട് തിരിച്ചു വരാനുള്ള സമയമുണ്ട്, അവരെ 1 to 1 നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ഈ 3 വീഡിയോസിൽ എന്തൊക്കെയാണുള്ളത്? ഒന്നാമത്തെ വീഡിയോ എന്താണ് കറന്റ് സിനാരിയോ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഇന്ന് ലോകത്തിലെ സിനാരിയോ എന്താണ്. 2, എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത. 3, എന്താണ് മോദി കെയർ. ഈ 3 കാര്യങ്ങളാണ് ഈ 3 വീഡിയോസിലൂടെ നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് 100 കിലോമീറ്ററിൽ താഴെയുള്ള പ്രോസ്പെക്ട്സ് ആണെങ്കിൽ നമുക്ക് അവരുടെ ലൊക്കേഷനിൽ പോയി അവരെ നേരിട്ട് കാണാം. അവരെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നേരിട്ട് കണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. എത്രയും വേഗത്തിൽ എത്രയും കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ അത്രയും വേഗത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങും. അപ്പോൾ അവിടെയുള്ള പ്രോസസ്സ് വ്യത്യാസമുണ്ട്. വീഡിയോ അല്ല അവർക്ക് അയച്ചു കൊടുക്കേണ്ടത്. ആദ്യമേ ചെയ്യേണ്ടത് നമുക്ക് പ്ലാൻ പ്രസന്റ് ചെയ്യേണ്ട ഒരു ഫയലുണ്ട്, ഒരു 2 ഷീറ്റാണ്. ആ ഫയൽ പ്രസന്റ് ചെയ്യാനായിട്ട് 5 മിനിറ്റ് എടുക്കും. എന്താണ് മോദി കെയർ ഓപ്പർച്യൂണിറ്റി, എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്, ഈ 2 കാര്യങ്ങൾ അവിടെ പറയുന്നത്. അതുകൂടാണ്ട് ഒരു 4-5 പ്രോഡക്ട്സിന്റെ ഡെമോ നമുക്ക് ഒരു 20 മിനിറ്റിൽ ചെയ്യാൻ സാധിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വാട്ട് ഈസ് മോദി കെയർ ഡൂയിങ് ഇൻ കേരള എന്നൊരു വീഡിയോ ഉണ്ട്. അതിൽ 20 മുതൽ 24 വരെയുള്ള മിനിറ്റ്സ് ലേഡീസിന്റെ സക്സസ് സ്റ്റോറീസ് ആണ്. ആ വീഡിയോസ് ആണ് അവരെ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഈ 3 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ പ്രസന്റേഷൻ അവിടെ തീർന്നു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ 3 വീഡിയോസ് അവർക്ക് അയച്ചു കൊടുക്കാനും സാധിക്കും. അപ്പോൾ പ്രോസസ് 1 ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്നു, ഇൻവൈറ്റ് ഫോണിൽ സംസാരിക്കുന്നു, വീഡിയോസ് അയച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഫോളോ അപ്പ് ആണ്. രണ്ടാമത്തെ പ്രോസസ്സിൽ ഈ സ്റ്റെപ്സ് നമ്മൾ ചെയ്യുന്ന 100 കിലോമീറ്ററിന് മുകളിലുള്ള ആൾക്കാർക്കാണ്. നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് 100 കിലോമീറ്റർ താഴെയുള്ളവരാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം, പ്ലാൻ പ്രസന്റ് ചെയ്യാം, ഡെമോ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു ചെറിയ വീഡിയോ കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ 3 വീഡിയോസും അവർക്ക് അയച്ചു കൊടുക്കാം. മൂന്നാമത്തെ പ്രോസസ്സ് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മണിക്ക്, ഇപ്പൊ തൽക്കാലം 7 മണിക്കാണ്, അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ചേഞ്ച് വന്നേക്കാം. ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ അത് ന്യൂ ലൈഫ് കമ്മ്യൂണിന് വേണ്ടി വിനോദ് ചെയ്യുന്നതാണ്. ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷനിലേക്ക് നമുക്ക് പ്രോസ്പെക്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ 3 രീതിയിൽ നമുക്ക് പ്രോസ്പെക്ട്സിന് പ്ലാൻ പ്രസന്റ് ചെയ്യാം. അതിനുശേഷം ചെയ്യേണ്ടതാണ് ഫോളോ അപ്പ്. പ്ലാൻ പ്രസന്റ് ചെയ്തതിന് ശേഷം വീഡിയോ അയക്കലാണെങ്കിലോ അല്ലെങ്കിൽ നേരിട്ട് മീറ്റ് ചെയ്യലാണെങ്കിലോ അല്ലെങ്കിൽ BOP അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലോ 24 മണിക്കൂറിനുള്ളിൽ അവരെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നേരിട്ട് കാണുമ്പോൾ ക്ലോസിങ്ങിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇന്ന് രാവിലെ ഞാനൊരു പ്ലാൻ പ്രസന്റ് ചെയ്തു, കളമശ്ശേരിയിലായിരുന്നു. വിനോദ്ജി പറയുന്ന പോലെ ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു കാരണവശാലും വരില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 1 വർഷമായി ഫോളോ അപ്പ് ചെയ്യുന്ന ആ വ്യക്തിയെ ഞാൻ ഇന്ന് കണ്ടു, നേരിട്ട് പോയി കണ്ടു. അദ്ദേഹം വൈഫും ഇരുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. 18 മന്ത്സിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ, ഇല്ലെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് കൊടുത്തപ്പം പ്ലാനും കാണിച്ചു, ഫയലും ഷെയർ ചെയ്തു. അദ്ദേഹം സൈനപ്പ് ചെയ്തു ഇന്ന് രാവിലെ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നേരിട്ട് നമ്മൾ പ്ലാൻ കാണിക്കുമ്പോൾ സൈനപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. അല്ലാതെ വീഡിയോ ഷെയർ ചെയ്താണെങ്കിലോ BOP ആണെങ്കിലോ പിന്നീട് വിളിച്ചിട്ട് വിതിൻ 24 hours അവരെ വിളിച്ച് കൺഫേം ചെയ്യാം. അവർക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും ഒബ്ജക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു കൊടുക്കുക. ഒരിക്കലും ഫോളോ അപ്പ് ചെയ്യുമ്പം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നവരോട് തർക്കിക്കരുത്. കാരണം തർക്കിച്ച് നമ്മൾ ജയിച്ചാൽ അവർ ജോയിൻ ചെയ്യില്ല, തർക്കിച്ച് അവർ ജയിച്ചാൽ അവർ ജോയിൻ ചെയ്യില്ല. അതുകൊണ്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ അവർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഫോളോ അപ്പിൽ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ 2 ചാനൽസ്, ഇന്ത്യൻ MLM ഗുരു, ICAN 101, ഇത് കൂടാതെ നമ്മുടെ ട്രെയിനിങ്സും മീറ്റിംഗ്സും കാര്യങ്ങളെല്ലാം ചെയ്തോളൂ. അതായത് പുതുതായിട്ട് വരുന്നവരെ പഠിപ്പിക്കുന്ന കാര്യം, ഇൻസ്പയർ ചെയ്യുന്ന കാര്യം, അവരെ ട്രാൻസ്ഫോം ചെയ്യുന്ന മോട്ടിവേഷൻ, അപ്ഡേഷൻ, ഇതെല്ലാം നമുക്ക് ഈ ചാനൽസിൽ കൂടെ ചെയ്യാം. അപ്പൊ നമ്മൾ ഇതൊരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് ന്യൂ ലൈഫ് കമ്മ്യൂണിന്റെ ഭാഗമായിട്ട്. ഇത് കൂടാതെ ന്യൂ ജോയിനീസിനുള്ള ഒരു ടേക്ക് ഓഫ് സപ്പോർട്ട് സിസ്റ്റം നമുക്കുണ്ട്. അതായത് ഒരു 90 ദിവസത്തെ പ്രോജക്റ്റ് ആയിട്ട് എടുത്തിട്ട് വീക്ക്ലി പ്രോഗ്രസ് മോണിറ്റർ ചെയ്തിട്ട് അവരെ പെട്ടെന്ന് ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിക്കുന്ന ഒരു ടേക്ക് ഓഫ് സപ്പോർട്ട് സിസ്റ്റം ന്യൂ ലൈഫ് കമ്മ്യൂണിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ട്. ക്രിട്ടിക്കൽ ഫാക്ടർ ഫോർ സ്റ്റെബിലിറ്റി. പുതുതായിട്ട് കടന്നു വരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ ബിസിനസ്സിലുള്ള സീരിയസ് ആയിട്ടുള്ള ബിസിനസ് പാർട്ട്നേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 100 PV എല്ലാ മാസവും ചെയ്യാനുള്ള ഒരു ഓണർഷിപ്പ് നിങ്ങൾ എടുക്കുക. 100 PV എന്ന് പറയുമ്പം 6000 രൂപ ഏകദേശത്തിന്റെ പ്രോഡക്ട്സ് ആണ്. പക്ഷെ അത് വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് സ്റ്റാക്ക് ചെയ്യലല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്കൊരു 5-6 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഒരു 500 to 600 റുപ്പീസിന്റെ പ്രോഡക്ട്സ് അവർക്ക് ഷെയർ ചെയ്യാം. ഒരു 2000 റുപ്പീസിന്റെ പ്രോഡക്ട്സ് നമുക്ക് വീട്ടിലേക്ക് യൂസ് ചെയ്യാം. ഒബ്വിയസ്ലി ഒരു 6000 രൂപയുടെ പ്രോഡക്ട്സിന്റെ ഓണർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്റെ ടീമിൽ ഈവൻ 500 PV പോലും പേഴ്സണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
200 PV ചെയ്യുന്നവരുണ്ട്, 300 PV ചെയ്യുന്നവരുണ്ട്. അതും കൺസിസ്റ്റന്റ് ആയിട്ട്, ഒരു മാസം വാങ്ങിച്ചിട്ടല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് 600ഓളം പ്രോഡക്ട്സ് ഉള്ള 2500 കോടി ടേൺ ഓവർ ഉള്ള 1996 മുതൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ അഫിലിയേറ്റഡ് കമ്പനിയാണ് മോദിക്ക്. അപ്പൊ ഇവിടുന്ന് ഒരു 6000 രൂപയുടെ ബിസിനസ് നമ്മുടെ പേഴ്സണൽ ഓണർഷിപ്പിൽ ഓരോ മാസം ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇനി പുതുതായിട്ട് ആൾക്കാർ ജോയിൻ ചെയ്യുന്ന നമ്മുടെ ടീമിലേക്ക് അവരെ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ നമ്മൾ വിന്യസിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. നമ്മൾ 100 PV ചെയ്യുന്നു, നമ്മളുടെ കൂടെ 4 ലെഗുകളിലായിട്ട് 100 PV ചെയ്യാൻ പറ്റിയ ആൾക്കാരെ നമ്മൾ കൊണ്ടിരുന്നു. അവരോട് 2 പേരെ വീതം കൊണ്ടുവരാൻ പറയുന്നു. ഇങ്ങനെ 3 മാസം ഇങ്ങനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ ആ ലെഗ് ഡയറക്ടർ ലെഗായി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കണ്ടുവരുന്ന ഒരു പ്രവണത. അങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ. 142 പ്ലാനിൽ 100 PV ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ 3 മാസം കൊണ്ട് ആ വ്യക്തി ഡയറക്ടറായി മാറുന്ന ഒരു പ്ലാനാണ് സമീർ മോദി ആസാദി പ്ലാൻ അൺലിമിറ്റഡ്. എല്ലാ ആഴ്ചയും ഒരാളെയെങ്കിലും സ്പോൺസർ ചെയ്യാം. ഈ മാസം നമുക്ക് കോൺടെസ്റ്റ് ഉണ്ട്, 20 സ്പോൺസറിംഗ് ആണ് വേണ്ടത്. അതുകൊണ്ട് എല്ലാ ആഴ്ചയും 5 പേരെങ്കിലും സ്പോൺസർ ചെയ്യേണ്ട ആവശ്യത ഈ മാസം ഉണ്ട്. അപ്പോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ഇൻ യുവർ ലെഗ്സ്. ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്ത്യയിലെ ബിസിനസ് 100% ബിസിനസ്സിൽ ഏകദേശം 92% ബിസിനസ്സും ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ത്രൂ അല്ലെങ്കിൽ കമ്പനി ഓഫീസ് ത്രൂ ആണ് നടക്കുന്നത്. ഓൺലൈൻ നടക്കുന്നത് വെറും 8% മാത്രമേ ബിസിനസിന്റെ ഉള്ളൂ. ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് വന്നു കഴിഞ്ഞാൽ ആ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് എടുക്കുന്ന വ്യക്തിയെ നമ്മൾ മാക്സിമം പ്ലാൻ ആ ഏരിയയിൽ എടുക്കാനും സപ്പോർട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. എന്നിട്ട് അവിടെ കസ്റ്റമേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. കമ്പനി പറയുന്ന 150 കസ്റ്റമേഴ്സിനെ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ആ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടും, അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ ആ ലെഗ് LPB ലെഗ് ആവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് വളരെ ക്രിട്ടിക്കലാണ്. ഇനി നമുക്ക് എന്താണോ നമുക്ക് ആവശ്യം അതനുസരിച്ച് ഓരോ ലക്ഷം വീതം ബിസിനസ് വോളിയം വരുന്ന ലെഗ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ LPB ലെഗ്സ് 2 ലക്ഷം രൂപയുടെ ബിസിനസ് അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ ബിസിനസ് ആണ് ഒരു LPB ലെഗ്. അപ്പൊ നമ്മളുടെ ആവശ്യകത അനുസരിച്ച് നമുക്ക് ടീമിനെ സപ്പോർട്ട് ചെയ്ത് എത്ര LPB ലെഗ്സ് വേണോ, എത്രയാണ് നമുക്ക് വരുമാനം ആവശ്യം, അതേ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയും ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ഒരു വളരെ ക്രിട്ടിക്കൽ ഫാക്ടറാണ്. ഇനി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങൾ ക്രിട്ടിക്കലാണ്, ഓപ്ഷണൽ അല്ല. ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യം, ദിസ് എ ബിസിനസ് ഓഫ് മാനേജിങ് ഇമോഷൻ ആൻഡ് ഹാൻഡ്ലിംഗ് റിജക്ഷൻ വിത്ത് വെരി ഹൈ റിവാർഡ്സ്. കാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുതുതായിട്ട് വന്ന വ്യക്തികളാണ്. ഇതൊരു ഇമോഷൻസ് മാനേജ് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്. കാരണം നമ്മൾ വളരെ ആവേശത്തോടെ കടന്നു വരുന്നു, പ്ലാൻ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഡെമോ കണ്ടു, പ്രൊഡക്ട്സ് ഇഷ്ടപ്പെട്ടു, നമ്മുടെ വളരെ അടുത്ത കുറച്ച് പേരോട് പറയുന്നു, അവർ നേരെ തിരിച്ച് സോറി ഞാനില്ല എന്നായിരിക്കും പറയുന്നത്. സാധ്യതകളുണ്ട്, ചിലപ്പോൾ വരുന്നവരും ഉണ്ട്. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ അവിടെ ദുഃഖിക്കരുത്, നമ്മൾ സങ്കടപ്പെട്ടിരിക്കരുത്. വി ഷുഡ് ബി ഏബിൾ ടു മാനേജ് ദ ഇമോഷൻ. അടുത്ത ആൾക്കാരിലേക്ക് അവരവിടെ നിന്നോട്ടെ, അവർ ഭാവിയിൽ ചിലപ്പോൾ നമ്മുടെ കൂടെ വരുമായിരിക്കും നമ്മുടെ പ്രോഗ്രസ് കാണുമ്പം. എന്നാൽ അടുത്ത ആളിലേക്ക് ആ ഒരു നിരാശ മാറ്റിവെച്ച് പോകാനുള്ള ഒരു എന്താ പറയാ, ആ ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്, ബിസിനസ് ഓഫ് മാനേജിങ് ഇമോഷൻ എന്നുള്ളത്. പിന്നെ ഹാൻഡ്ലിംഗ് റിജക്ഷൻ. അവർ പറഞ്ഞു വരുന്നില്ല, നമ്മൾ വിഷമിക്കേണ്ട, നമ്മൾ അടുത്ത ആൾക്കാരിലേക്ക് പോകുന്നു. ഇത് രണ്ടും നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻ ദ ലോങ് റൺ നമുക്ക് വളരെ ഹൈ ആയിട്ടുള്ള റിവാർഡ്സ് ആയിരിക്കും കിട്ടുക. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിൽ ഒരാൾ കടന്നു വരുന്നു, എന്ത് വേണമെന്ന് പറയുന്നത് എടുത്തു കൊടുക്കുന്നു. ടെക്സ്റ്റൈൽ അല്ല, ഏത് ഷോപ്പാണെങ്കിലും അവരുടെ സാലറി എത്രയാണെന്ന് നമുക്കറിയാം. അവർക്ക് വലിയ ഹൈ റിവാർഡ്സ് ഒന്നുമില്ല, കാരണം അത് സെയിൽ അഷ്യോർഡ് ആണ്. ഇന്നത് വേണമെന്ന് പറയുന്നത് എടുത്തു കൊടുക്കുന്നു, ഫിനിഷ്ഡ്, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സിൻസ് ഇറ്റ് ഇസ് എ ബിസിനസ് ഓഫ് മാനേജിങ് ഇമോഷൻ ആൻഡ് ഹാൻഡ്ലിംഗ് റിജക്ഷൻ, നമുക്ക് വളരെ ഹൈ ആണ് ഇവിടെ റിവാർഡ്സ്. മീറ്റിംഗിന്റെയും ട്രെയിനിങ്ങിന്റെയും ക്ലൈമറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലീഡർഷിപ്പും റിലേഷൻഷിപ്പും കമ്മ്യൂണിക്കേഷൻ, അതായത് നേതൃത്വ പാഠവും ബന്ധങ്ങൾ കമ്മ്യൂണിക്കേഷൻ, ഇത് മൂന്നും നമുക്ക് നല്ല രീതിയിൽ ഊട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് ആണ് മീറ്റിംഗ്സും ട്രെയിനിങ്സും തരുന്നത്. തീർച്ചയായിട്ടും നമ്മളും നമ്മുടെ ടീമിലുള്ളവരും മീറ്റിംഗ്സും ട്രെയിനിങ്സും അറ്റൻഡ് ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കുക. ഒരു മീറ്റിംഗോ ട്രെയിനിങ്ങോ പോലും മിസ്സാക്കാതിരിക്കുക. പുതുതായിട്ട് വരുന്നവരോട് പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ ഡൊമൈൻസിൽ എക്സ്പേർട്സ് ആയിരിക്കാം, പല ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്നവരായിരിക്കാം. പക്ഷെ ആ ഒരു എക്സ്പേർട്ടീസ് അല്ല നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ എന്താണോ എക്സ്പേർട്ടൈസ് നമുക്ക് വേണ്ടത്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ട്രെയിനിങ്സിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾക്കൊരു ഈഗോ ആയിട്ട് നമ്മളുടെ മനസ്സിലുണ്ടാവും, എല്ലാവർക്കും ഉള്ളതാണ് ഈഗോ. അപ്പോൾ പതുക്കെ അത് മാറ്റി വെച്ചിട്ട് ഇവിടെ എന്താണോ ആവശ്യം അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകുക. ആ പുതിയൊരു കൾച്ചറിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. എഡിഫിക്കേഷൻ ഓഫ് അപ്ലൈൻ ലീഡേഴ്സ്, ശ്രീജിത്തിന്റെ പ്രസന്റേഷനിൽ അദ്ദേഹം പറഞ്ഞു, വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഇതും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ തന്നെ വിനോദ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ MLM ഗുരു ചാനലിൽ നമുക്കത് കാണാൻ സാധിക്കും. ബേസിക്കലി നമ്മളൊരു പ്രോസ്പെക്റ്റിനെ നമ്മുടെ അപ്ലൈനായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ
പ്രോസ്പെക്റ്റിനെ പറ്റി നമ്മൾ അപ്ലൈനോട് പല പ്രാവശ്യങ്ങൾ വളരെ നല്ല കാര്യങ്ങൾ പറഞ്ഞല്ലോ. അദ്ദേഹം ഈ പൊസിഷനിലുള്ള ആളായിരുന്നു, അദ്ദേഹം ഇന്ന ആളാണ്, അദ്ദേഹം ഇത്ര വലിയ വീടുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും അദ്ദേഹത്തെ പറ്റി, അദ്ദേഹം ഒരു പ്രമുഖനാണ്, ഇതൊക്കെ ആയിരിക്കും പറയുക. അതേസമയം നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന അപ്ലൈനെ പറ്റി അദ്ദേഹത്തോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അപ്ലൈനുമായിട്ട് അവിടെ ചെല്ലുമ്പം അവിടെ സംഭവിക്കാൻ പോകുന്നത് പറ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രോസ്പെക്ട് ഇരിക്കുന്നത്. അതേസമയം അപ്ലൈനെ പറ്റി നല്ല രീതിയിൽ എഡിഫൈ ചെയ്ത് ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയ വ്യക്തിയാണ്, ഇന്ന കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ പ്രോസ്പെക്റ്റിന് അടുത്ത് ചെല്ലുമ്പോൾ പ്രോസ്പെക്റ്റ് അപ്ലൈൻ പറയുന്ന കേൾക്കാൻ വിധേയം കാണിക്കും. അപ്പം ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലൈൻ എഡിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ന്യൂ ലൈഫ് കമ്മ്യൂണിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ബോഡി ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ലൊരു ജിമ്മിൽ ജോയിൻ ചെയ്യുന്നു. അതേപോലെ ഈ ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് ന്യൂ ലൈഫ് കമ്മ്യൂണാണ് നമ്മുടെ ജിം ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ലേൺ ഹൗ ടു റിക്രൂട്ട്. ആ റിക്രൂട്ട്മെന്റ് എങ്ങനെയാണെന്നുള്ള ഞാൻ പറഞ്ഞു. നമ്മൾ 4 ബേസിക്സ് ഫോളോ ചെയ്യുന്നു, പ്ലാൻ പ്രസന്റ് ചെയ്യുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നു. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആയിരിക്കും. സമയം എങ്ങനെ ഉപയോഗിക്കാം, ടീമിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഇത് നമ്മളിവിടെ പഠിക്കുന്നു. പല ആൾക്കാരും ഈ ബിസിനസ്സിൽ വരുന്നവർ ചിലപ്പോൾ ഒരു ടീമിനെ മാനേജ് ചെയ്ത ആൾക്കാരായിരിക്കില്ല. പക്ഷേ ഈ ബിസിനസ്സിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ടീം ഉണ്ടാവും. അപ്പൊ ടീമിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ നിന്ന് പഠിക്കാൻ സാധിക്കും. ടൈം മാനേജ്മെന്റ്, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ടൈമിന് ഒരു 10 മിനിറ്റ് മുമ്പ് അവിടെ എത്തുക. ഒരു സൂം മീറ്റിംഗ് ആണെങ്കിലും ഒരു 10 മിനിറ്റ്സ് മുമ്പ് ലോഗിൻ ചെയ്യുക. നമ്മളായിട്ട് അവിടെ ഒരു ഡിലേ വരുത്തരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ ടീം മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, ലീഡർഷിപ്പ്, ഇതെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്കൊരു ടൈഗർ പ്രോഗ്രാം എന്നൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ഈ മാസം ജനുവരി 21, 22, 23 3 ദിവസങ്ങളിലാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ വരുന്നവർക്ക് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് ഈ കാര്യങ്ങളിലൊക്കെ വിനോദി ട്രെയിനിങ് നൽകുന്നതായിരിക്കും. ബിക്കം എ ലീഡേഴ്സ് ലീഡർ, ഞാൻ നേരത്തെ പറഞ്ഞു, ബിസിനസ് ബിൽഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലീഡേഴ്സ് അവിടെ സംഭവിക്കും. ആ സമയം നമ്മൾ അവരെ ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡറായിട്ട് മാറണം. 4 ബേസിക്സിലും ലീഡർഷിപ്പിലും കമ്മ്യൂണിക്കേഷനിലും റിലേഷൻഷിപ്പിലും ഈ 4 കാര്യങ്ങളിലും ഓൺഗോയിങ് ഡെവലപ്മെന്റ്, നമ്മുടെ സ്കിൽ സെറ്റ്സ് അതിൽ നമ്മൾ ഓൺഗോയിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി മീറ്റിംഗ്സും ട്രെയിനിങ്സും മിസ്സാക്കാതിരിക്കുക, ടൈഗർ പ്രോഗ്രാംസ് മിസ്സാക്കാതിരിക്കുക. ഈ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നമ്മൾ വളരെ കമ്മിറ്റഡ് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് മാത്രമല്ല, നമ്മൾ ചെയ്ത് പഠിക്കുന്നു. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നു, കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നു, നമ്മളുടെ ടീമിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു, അവരത് ചെയ്യുന്നു, പഠിക്കുന്നു, അവരുടെ ടീമിനെ അവർ ട്രെയിൻ ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്ന ഒരു ബിസിനസ് സിസ്റ്റമാണിത്. അതുകൊണ്ട് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞു, ലീഡർ പറഞ്ഞാൽ ചെയ്യില്ല, ലീഡർ ചെയ്താലേ കൂടെ വന്നവർ ചെയ്യൂ. അതെല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താലേ നിങ്ങളുടെ കൂടെ വന്നവർ ചെയ്യൂ. അങ്ങനെ നിങ്ങളുടെ കൂടെ വന്നവർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്നവർ ചെയ്യുമ്പോഴേ അവരുടെ കൂടെ വരുന്നവർ ചെയ്യും. അപ്പോഴാണ് ബിസിനസ് സ്ട്രോങ് ആയിട്ട് ഡെപ്തിലേക്ക് പോകുന്നു, നല്ല രീതിയിൽ ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂ ലൈഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ MLM ബിസിനസ്. നോൺ നെഗോഷ്യബിൾ ആണ്. ഈ 3 കാര്യങ്ങൾ നെഗോസിയേഷൻ ഇല്ല. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാൻ സാധിക്കും. എന്താണ് ബിസിനസ് ആക്ടിവേഷൻ സിസ്റ്റം 596 നോക്കാം. 5 സ്റ്റെപ്സ് ടു സക്സസ്, അതിനുവേണ്ടി 9 കോർ ആക്ഷൻസ്, പിന്നെ ബിസിനസ് വാല്യൂസ്. ഏതൊരു കമ്പനി എടുത്താലും തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ആ കമ്പനിയുടെ വിഷൻ, മിഷൻ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവും. ഇവിടെയും നമ്മൾ പറയുന്ന 5 സ്റ്റെപ്സ് ടു സക്സസ്, കോർ ആക്ഷൻസ്, ബിസിനസ് വാല്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ലിസ്റ്റ് ബിൽഡിംഗ് ആൻഡ് സെലക്ഷൻ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ലിസ്റ്റ് ബിൽഡിംഗ് ആൻഡ് സെലക്ഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് അപ്രോച്ചിങ് യുവർ ലിസ്റ്റ് ആൻഡ് സെക്യൂറിംഗ് അപ്പോയിന്റ്മെന്റ്സ്. ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ വീഡിയോസിലൂടെ നമുക്ക് മനസ്സിലാക്കാം, യൂട്യൂബ് ചാനൽസിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പ്ലാൻ പ്രസന്റ് ചെയ്യാം നേരിട്ട്, അല്ലെങ്കിൽ വീഡിയോസ് അയച്ചു കൊടുക്കാം. എന്നിട്ട് അവർക്ക് അവരെ അപ്രോച്ച് ചെയ്യാം. ഷെയറിംഗ് ദ ഓപ്പർച്യൂണിറ്റി. നാലാമത്തെ കാര്യം ഫോളോ ത്രൂ. അപ്പൊ ഈ 4 കാര്യങ്ങൾ, 4 ബേസിക്സ് എന്ന് പറയുന്ന ഈ 4 കാര്യങ്ങൾ ഈ ബിസിനസ്സിൽ ഇടതടവില്ലാതെ എത്രയും സ്പീഡിൽ ചെയ്യാൻ സാധിക്കുമോ അത്രയും സ്പീഡിൽ നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നതായിരിക്കും. അതോടെ നല്ല രീതിയിലൊരു ടേക്ക് ഓഫും നമുക്ക് ലഭിക്കുന്നതാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ നെറ്റ്വർക്കിംഗ് ലീഡേഴ്സിനും ഒരു ടേക്ക് ഓഫ് സ്റ്റോറി ഉണ്ട്. അപ്പം വിനോദിയുടെ കാര്യം എടുത്താലും 6 മാസം കൊണ്ട് പ്രസിഡൻഷ്യൽ ഡയറക്ടറായ വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് 3 വർഷം കൊണ്ട് GB ready ആവാൻ സാധിച്ചു. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ ശരിയായിട്ടുള്ള ടേക്ക് ഓഫ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി 9 കോർ ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഷെയർ അറ്റ്ലീസ്റ്റ് 1 പ്രൊഫഷണൽ BOP ഡെയിലി. ഒരാളോടെങ്കിലും ഒരു ദിവസം ഒരു പ്ലാൻ ഷെയർ ചെയ്യാം. ഒന്നുകിൽ BOP ആയിരിക്കാം, അല്ലെങ്കിൽ സൂം മീറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നേരിട്ടായിരിക്കാം, അല്ലെങ്കിൽ വീഡിയോ ആയിരിക്കാം. എന്താണെങ്കിലും ശരി, അത് നമ്മൾ ചെയ്യുക. അതുകൂടാതെ അത് എഴുതി വെക്കുക. കാരണം അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ്. അത് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ എന്താ റിസൾട്ട് ആണെന്ന് നമുക്ക് എഴുതി വെക്കാം, പിന്നീട് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഒരു പ്ലാനെങ്കിലും ഒരു ദിവസം കാണിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം.
അതുകൂടാതെ നമ്മളുടെ ലിസ്റ്റിലേക്ക് ആ 1000 ലിസ്റ്റിൽ നിന്ന് ഒരു പ്ലാൻ കാണിച്ചാൽ അടുത്ത ഒരാളുടെ പേര് ആ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. പ്രോഡക്റ്റ് യൂസേജ് 100% നമ്മൾ ചെയ്യുക. 100% പ്രോഡക്റ്റ് യൂസേജ് നമ്മുടെ വീട്ടിൽ ചെയ്യുക. കാരണം പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും, മറ്റുള്ളവരോട് പറയാനുള്ള നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂടും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോഡക്റ്റ് യൂസേജ്. അറ്റൻഡ് വീക്ക്ലി മീറ്റിംഗ് വിത്ത് ഗസ്റ്റ്. BOP ആണെങ്കിലും ട്രെയിനിങ് ആണെങ്കിലും, BOP ആണെങ്കിൽ ഗസ്റ്റുകളുടെ കൂടെ ജോയിൻ ചെയ്യാം, ട്രെയിനിങ് ആണെങ്കിൽ ജോയിൻ ചെയ്തവരോട് ജോയിൻ ചെയ്യാം, നമ്മുടെ ടീം മെമ്പേഴ്സായിട്ട് ജോയിൻ ചെയ്യാം. അറ്റൻഡ് ഓൾ പ്രോഗ്രാംസ് വിത്ത് ടീം, വെരി ക്രിട്ടിക്കൽ. വായിക്കേണ്ടതായിട്ട് ചില ബുക്സ് ഉണ്ട്, കാണേണ്ടതായിട്ടുള്ള ചില വീഡിയോസ് ഉണ്ട്. ഒരു 30 മിനിറ്റോളം ഒരു ദിവസം വീഡിയോസ് കാണാനും വായിക്കാനുമായിട്ട് നമ്മൾ ചെലവഴിക്കുക. പേഴ്സണലി സ്പോൺസർ അറ്റ്ലീസ്റ്റ് 1 ഡിസ്ട്രിബ്യൂട്ടർ എവരി വീക്ക്. ഒരാളെയെങ്കിലും ഒരു ആഴ്ചയിൽ സ്പോൺസർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൂടാതെ എല്ലാ ദിവസവും ചിലപ്പോൾ നമ്മൾ കുറച്ചു നേരം അപ്ലൈനായിട്ട് സംസാരിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു മാസത്തിൽ ഒരിക്കൽ ഒരു കൗൺസിലിംഗ് മീറ്റ്, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഒരു കൗൺസിലിംഗ് മീറ്റ് അപ്ലൈനായിട്ട് വെക്കുക. പ്രോഗ്രസ് സംസാരിക്കുക, ഇഷ്യൂസ് സംസാരിക്കുക, എങ്ങനെ റിസോൾവ് ചെയ്യാൻ നോക്കുക, എന്നിട്ട് മൂവ് ഫോർവേഡ്. ആഡ് മിനിമം 1 ന്യൂ കസ്റ്റമർ എവരി വീക്ക്. നേരത്തെ പറഞ്ഞ ഒരു ഡിസ്ട്രിബ്യൂട്ടറെങ്കിലും സ്പോൺസർ ചെയ്യുന്ന കാര്യമാണ്. ചില വ്യക്തികൾ എന്ത് ചെയ്യും, അവർ പറയും എനിക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആവണ്ട, പക്ഷെ ഞാൻ പ്രോഡക്ട്സ് വാങ്ങിച്ചോളാം എന്ന് പറയും. അപ്പോൾ നമുക്ക് അവരെ കസ്റ്റമർ ആക്കി മാറ്റാം. അപ്പോൾ ഒരു 5 മുതൽ 10 വരെ കസ്റ്റമേഴ്സ് നമുക്കുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 100 PV, അതായത് 6000 രൂപയുടെ ബിസിനസ് നമുക്ക് പേഴ്സണലൈസ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പോൾ അത് ഓരോ കസ്റ്റമറെയും ഓരോ വീക്കിൽ ആഡ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസിനസ് വാല്യൂസ്. ഈ ബിസിനസ്സിലും വാല്യൂസ് ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നെവർ മെസ് വിത്ത് പീപ്പിൾസ് മണി, ഈഗോ ഓർ ഫാമിലി. പൈസ ഇടപാടുകൾ ഡൗൺ ലൈനോ അപ്പ് ലൈനോ ക്രോസ് ലൈനോ ആയിട്ട് ചെയ്യാതിരിക്കുക. കാരണം അത് ഭാവിയിൽ പൈസ മാത്രമല്ല, പൈസ പോകും, ആ വ്യക്തിയായിട്ടുള്ള റിലേഷൻ പോകും, ആ വ്യക്തിയെ തന്നെ നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെയുള്ള ഇഷ്യൂസ് പല രീതിയിലായിട്ട് നമ്മൾ പല ടീമുകളിലും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഈ പൈസയുടെ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈഗോ അടുത്തൊരു കാര്യമാണ്. ടീം ഫോം ചെയ്ത് വരുമ്പോൾ ഈഗോ ഉണ്ടാവാം, ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, പക്ഷെ ഈഗോ ഹൈ ആയിരിക്കും. അങ്ങനെ ഇഷ്യൂസ് എന്താ പറയുക, അത് ബലൂൺ അപ്പ് ചെയ്യും, അത് ഒരു സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് പോകും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈഗോ കാരണമാണ് പല മഹായുദ്ധങ്ങളും രാമായണം മഹാഭാരതം എല്ലാം ഈഗോയുടെ ബേസിലുണ്ടായ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇഷ്യൂസ് അവിടെ ചെറുതായിരുന്നു, പക്ഷെ ഈഗോ അതൊരു വളരെ ഇഷ്യൂ ആക്കിയത് മാറ്റി. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഫാമിലിയുടെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു റിലേഷൻഷിപ്പ് ബിസിനസ് ആണ്. വേൾഡ് വൈഡ് ഡാറ്റ എടുത്താൽ 74% ലേഡീസ് ആണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അൺനെസറി റിലേഷൻഷിപ്സിലോട്ട് പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരെങ്കിലും ഒരു ലേഡി ഡൗൺലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ വൈഫിനെ കൂടെ കൊണ്ടുപോകാൻ നമ്മുടെ, അങ്ങനെ തിരിച്ചും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഇഷ്യൂസ് ഇല്ലാത്ത രീതിയിൽ ഈ ബിസിനസ് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ പോയിന്റ് ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ്. നോ ക്രെഡിറ്റ് അക്കൗണ്ട്സ് വിത്ത് അപ്ലൈൻ ഓർ ഡൗൺലൈൻ. അപ്പോൾ എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഡൗൺലൈനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രെഡിറ്റ് ആയിരിക്കും. അതായത് പൈസ ഇടപാടല്ല, നമ്മൾ ഡൗൺലൈനെ സപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്ലാൻ എടുക്കുന്നു, അദ്ദേഹം ട്രെയിൻ ചെയ്യുന്നു. ഈ കാര്യങ്ങളായിരിക്കണം നമ്മുടെ ക്രെഡിറ്റ് അക്കൗണ്ടിൽ ഡൗൺലൈൻ ആയിട്ട് നിൽക്കേണ്ടത്. അപ്പൊ അതൊരു ക്രെഡിറ്റ് ആയിട്ട് എപ്പോഴും അവിടെ നിലനിൽക്കുകയും ചെയ്യും, നല്ലൊരു റിലേഷനിൽ ടീം ഡെവലപ്പ് ആവുകയും ചെയ്യും. ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നതിന് മുമ്പും അപ്ലൈനെ ഒന്ന് കൺസൾട്ട് ചെയ്യുക. കാരണം അപ്ലൈൻ ആ കാര്യം ചിലപ്പോൾ ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം, അതിന്റെ റിസൾട്ട് നല്ലതാണോ മോശമാണോ എന്ന് അദ്ദേഹത്തിന് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അപ്ലൈനെ കൺസൾട്ട് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. നമ്മുടെ അപ്ലൈനെ കുറിച്ചോ കമ്പനിയെ കുറിച്ചോ ടീമിനെ കുറിച്ചോ ഒന്നും ആരുമായിട്ടും നെഗറ്റീവ്സ് സംസാരിക്കാതിരിക്കുക. പെർമനന്റ് ഡാമേജ് ആയിരിക്കും. ചില ചെറിയ ഇഷ്യൂ ആയിരിക്കും, അതിനെപ്പറ്റി എന്തെങ്കിലും നെഗറ്റീവ് ആരോടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചെയ്യാൻ പോകുന്ന പെർമനന്റ് ഡാമേജ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. അത് മാത്രമല്ല അപ്ലൈൻസ് ആയിരിക്കണം ഇനീഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആരെയും തള്ളി പറയുന്നതുകൊണ്ട് നമ്മൾ വലുതാവുന്നില്ല. കൂടുതൽ നെഗറ്റീവ് റിസൾട്ട്സ് നമ്മുടെ ടീമിൽ വരാനും നമ്മുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാനുമാണ് അവിടെ സാധ്യതയുള്ളത്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ അപ്ലൈൻ്റെ ക്രോസ് ലൈൻസും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ ടീമുകളിൽ വരാം. അവരുമായിട്ട് അധികം ബന്ധം സ്ഥാപിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഡൗൺലൈനും അപ്ലൈനും തമ്മിൽ വളരെ എന്താ പറയുക, റെഗുലർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് ഡെയിലി, അല്ലെങ്കിൽ എൻ്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ എന്നെ സ്ഥിരം ഡെയിലി തന്നെ 3-4 പ്രാവശ്യം വിളിക്കുന്ന ഡൗൺലൈൻസ് ഉണ്ട്. അപ്ലൈൻ വിനോജിയായിട്ട് ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിൽ ഒരിക്കൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ക്രിട്ടിക്കലാണ്. പല പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ക്ലാരിറ്റി കിട്ടാനും അത് നമ്മളെ വളരെയധികം സഹായിക്കും. ഇനി നമുക്ക് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. മോദി കെയറിന് ഇന്ന് കേരളത്തിൽ 40,000 കൺസൾട്ടൻസ് ആണ് ലൈവ് ആയിട്ടുള്ളത്. ഏകദേശം 3,000 രൂപയുടെ പ്രോഡക്ട്സ് ആണ് ആവറേജ് പർച്ചേസ്. കമ്പനി ചെയ്യുന്നത് കേരളത്തിൽ 12 കോടിയുടെ ടേൺ ഓവറാണ്. 3 ലക്ഷം ആൾക്കാരാണ് ഓൾ ഇന്ത്യ ബേസിസിൽ എല്ലാ മാസവും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
കമ്പനി ആണെങ്കിൽ വളരെ നല്ലൊരു കമ്പനി, നല്ല ഹിസ്റ്ററി ഉള്ള ഒരു കമ്പനി, 60,000 കോടി ആസ്തിയുള്ള കമ്പനിയാണ്. ആൻഡ് സമീർ മോദി എന്ന ഈ കമ്പനിയുടെ ഓണറിന്റെ കാര്യം പറഞ്ഞാൽ ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യം നൽകണം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിഷൻ എന്ന് പറയുന്നത് മോദി കെയറിനെ ഫോർച്യൂൺ 500 കമ്പനി ആക്കുക എന്നുള്ളതാണ്. നിലവിലുള്ള മൾട്ടിനാഷണൽ കമ്പനീസിനെ വരെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഒരു ഫോർച്യൂൺ 500 കമ്പനിയായിട്ട് ഈ മോദി കെയറിനെ ഉയർത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിഷൻ. 600ഓളം പ്രോഡക്ട്സ് നമ്മുടെ കമ്പനിയിലുണ്ട്. മോദി കെയർ വെഹിക്കിൾ ഫണ്ടിലൂടെ ഏകദേശം 5 കാറുകൾ എല്ലാ ദിവസവും പർച്ചേസ് ചെയ്യപ്പെടുന്നു. വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ലൈഫ് സ്റ്റൈൽ സെന്റർ ആണെങ്കിൽ ഇന്ത്യയിൽ 13 ഉള്ളതിൽ ഒരെണ്ണം ഇപ്പോൾ കേരളത്തിൽ എറണാകുളത്താണുള്ളത്, കലൂരിൽ. അതുകൂടാണ്ട് 400ഓളം DPs ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് കേരളത്തിലുണ്ട്. ഇന്ത്യ ഒട്ടാകെ ഏകദേശം 16 ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് ഉണ്ട്. കമ്പനി ഓഫീസ് എല്ലാ സ്റ്റേറ്റ്സിലും ഉണ്ട്. കമ്പനി വെയർഹൗസ് എല്ലാ സ്റ്റേറ്റ്സിലും ഉണ്ട്. വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആണ്. മാനേജ്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ വെർട്ടിക്കൽസ്, ഫോർ എക്സാമ്പിൾ കസ്റ്റമർ കെയർ വെർട്ടിക്കൽ ഉണ്ട്, മാർക്കറ്റിംഗ്, സെയിൽസ്, ട്രെയിനിങ്, എല്ലാ രീതിയിലും വെർട്ടിക്കൽസ്. എങ്ങനെയാണോ ഒരു പ്രൊഫഷണൽ കമ്പനി മാനേജ് ചെയ്യേണ്ടത് അതേപോലെയാണ് മാനേജ് ചെയ്യുന്നത്. കമ്പനിയുടെ വളരെ നല്ല ട്രാക്ക് റെക്കോർഡാണ്. 2015 70 കോടി ടേൺ ഓവർ ചെയ്തിരുന്ന കമ്പനി 2020 2000 കോടി എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലർ അച്ചീവ്മെന്റ് അല്ല. വളരെ നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം കമ്പനിയുടെ ഭാഗത്തുനിന്നും നമ്മുടെ ടീമായ ന്യൂ ലൈഫ് കമ്പനിയുടെ ഭാഗത്തുനിന്നും നമുക്കുണ്ട്. സോഷ്യൽ മീഡിയയിൽ കമ്പനി വളരെ ആക്റ്റീവാണ്, നല്ല പ്രസൻസ് ഉണ്ട്. നല്ല നല്ല ലീഡേഴ്സ് ആണ് നമുക്കുള്ളത്. എസ്പെഷ്യലി ന്യൂ ലൈഫ് കമ്പനിയുടെ കാര്യം എടുത്താൽ നമ്മുടെ ലീഡറാണ് വിനോദ് നമ്പൂതിരി GB റെഡ്ഡി. അദ്ദേഹത്തിന്റെ അപ്ലൈനാണ് ജിഷാദ് ബക്കർ GB റെഡ്ഡി. അദ്ദേഹത്തിന്റെ അപ്ലൈനാണ് ഫിലിപ്പ് സിംഗ് GB റെഡ്ഡി. അദ്ദേഹത്തിന്റെ അപ്ലൈനാണ് സുരേഖ ഭാർഗവ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏർണിംഗ്സ് വാങ്ങിക്കുന്ന ആള് ഡോക്ടർ സുരേഖ ഭാർഗവ. അപ്പോൾ നമ്മുടെ ലൈൻ ഓഫ് സ്പോൺസർഷിപ്പ് നോക്കുവാണെങ്കിൽ തന്നെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് ഉള്ള ലൈൻ ഓഫ് സ്പോൺസർഷിപ്പ് ആണ്. അതിൽ നമുക്ക് വളരെയധികം അഭിമാനിക്കാം. അതുകൂടാതെ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറയാൻ പറ്റുന്ന സമീർ മോദി ആസാദി പ്ലാൻ അൺലിമിറ്റഡ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഒരു കാണിയായി മാറി നിൽക്കുമോ അതോ ഈ ഒരു വിപ്ലവത്തിന്റെ ഭാഗമാകുമോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. വിൽ യു ബി എ പാർട്ട് ഓഫ് ദിസ് റെവല്യൂഷൻ ഓർ വിൽ യു ബി എ സ്പെക്ടേറ്റർ? ഇനി നിങ്ങളുടെ യഥാർത്ഥ മൂല്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുമോ? വിൽ യു നോട്ട് വർക്ക് ഫോർ യുവർ റിയൽ വർത്ത്? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ കമ്പനിയുടെ പ്ലാൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ച്, പ്രൊഡക്ട്സ് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നമുക്ക് നല്ല രീതിയിൽ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യഥാർത്ഥ മൂല്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അടുത്ത 1-2 വർഷത്തിനുള്ളിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കുക. 100% അധികം ഗ്രോത്ത് ആണ് പ്രൊഡിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2025ഓടെ ഇന്ന് 18,000 കോടി ടേൺ ഓവറിലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി 65,000 കോടിയിലേക്കാണ് പ്രൊഡിക്ഷൻ പോകുന്നത്. മോദി കെയറിന്റെ കാര്യം എടുത്താൽ ഇന്ന് നിലവിൽ തന്നെ ഇന്ത്യയിലെയും ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് രജിസ്റ്റർ ചെയ്യുന്ന, ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് രജിസ്റ്റർ ചെയ്യുന്ന കമ്പനിയാണ് മോദി കെയർ. ഇൻഡസ്ട്രി ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നു. നമ്മുടെ ന്യൂ ലൈഫ് കമ്മ്യൂൺ ആണെങ്കിൽ ജനുവരിയിൽ 25 ലക്ഷം BV ചെയ്യുന്ന ഒരു ന്യൂ ലൈഫ് കമ്മ്യൂൺ ഇപ്പം ഓൾമോസ്റ്റ് 50 lakhs BV ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 100% ഗ്രോത്ത് ആണ് ന്യൂ ലൈഫ് കമ്മ്യൂണിലും രജിസ്റ്റർ ആയിരിക്കുന്നത്. കമ്പനി ടേൺ ഓവർ മാർച്ചിൽ 6 കോടി ഉണ്ടായിരുന്നത് 12 കോടിയായി മാറി. അപ്ലയൻസ് ഗ്രോ ചെയ്യുന്നു, കമ്മ്യൂൺ ഗ്രോ ചെയ്യുന്നു. നമ്മളെല്ലാവരും ആ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിലാണ് ഇരിക്കുന്നത്. ഇനി അടുത്ത 40,000 ആൾക്കാർ കേരളത്തിൽ വരാൻ 1-2 വർഷം മതി. ഇപ്പോൾ 25 വർഷം എടുത്തു 40,000 കൺസൾട്ടൻസ് കേരളത്തിലാവാനായിട്ട്. അടുത്ത 40,000 ആൾക്കാർ വരാൻ 1-2 വർഷം മാത്രം മതി നമുക്ക്. ആ 40,000-ൽ ഇന്ന് ഈ കോളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ടീമിൽ എത്ര പേരുണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും നമ്മളുടെ ബിസിനസ് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന ഫാക്ടർ. നിങ്ങളുടെ ഗ്രോത്ത് ഗ്യാരണ്ടീഡ് ആയിരിക്കും. അതിൽ മാക്സിമം ആൾക്കാരെ നമുക്ക് ആ ടീമിൽ ഫില്ല് ചെയ്യാൻ പറ്റിയാൽ എല്ലാ റാങ്കുകളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ സ്വപ്നങ്ങളും നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ആ സിസ്റ്റം നമ്മൾ ന്യൂ ലൈഫ് കമ്പനിയിൽ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം സ്വയം ചോദിച്ചു നോക്കുക. ഒരു 6 അക്ക ഇൻകം അടുത്ത 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും എന്ന അഷുറൻസ് ഉണ്ടെങ്കിൽ 2-3 മണിക്കൂർ ഈ ബിസിനസ്സിന് വേണ്ടി ഇട്ടുകൂടെ നിങ്ങൾക്ക്? നമ്മൾക്ക് എല്ലാവർക്കും, ഞാൻ എന്നോടും കൂടെ ചോദിക്കുന്നത്, 2-3 മണിക്കൂർ ഈ ബിസിനസ്സിന് വേണ്ടി ഇട്ടാൽ ഒരു 6 അക്ക ഇൻകം അടുത്ത 1 വർഷത്തിനുള്ളിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ? അതുകൊണ്ട് ഈ ഒരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ന്യൂ ലൈഫ് കമ്മ്യൂണിന്റെ ഒരു കോർ മെമ്പർ ആവാൻ നിങ്ങൾ മടിക്കരുത്. മുന്നോട്ട് കടന്നു വരിക, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു ബിക്കം എ കോർ മെമ്പർ ഓഫ് the most respected commune in Modi Care with the maximum number of professionals. That is New Life Commune. ഇനി ടേക്ക് ഓഫിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ടേക്ക് ഓഫിന് വേണ്ട ഒരു കാര്യമാണ് അർജൻസി. ക്രിയേറ്റ് ആൻ അർജൻസി. ഇപ്പൊ ഇന്ന് ജോയിൻ ചെയ്ത ആൾക്കാർ ചിലപ്പോൾ ഈ മീറ്റിംഗിൽ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ട്. അവർ ചെയ്യേണ്ട കാര്യം അടുത്ത ലെവൽ, ഞാനിപ്പോ 7%ലാണ്, 10% എനിക്ക് എത്രയും പെട്ടെന്ന് എത്തണം. അത് മനസ്സിൽ വേണം. അതാണ് ഏർജൻസി എന്ന് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? 300 PV ആണ് വേണ്ടത്. ആ വ്യക്തി 100 PV ചെയ്യുന്ന 2 പേരെ ഇന്ന് തന്നെ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ നാളെ കൊണ്ടുവന്നാൽ 10% ആവാം.
അപ്പൊ ആ ഒരു അർജൻസി നമ്മൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുക. എക്സിക്യൂട്ട് വിത്ത് സ്പീഡ്. ആ അർജൻസിയെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്പീഡും വേണം. അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തിക്ക് പോലും ഇന്നല്ലെങ്കിൽ നാളെ 10% ആയി മാറാം, 13% പ്ലാൻ ചെയ്യാം, 15% പ്ലാൻ ചെയ്യാം. അപ്പോൾ അടുത്ത നമ്മുടെ ഏതാണോ ടൈറ്റിൽ, ആ ടൈറ്റിലിന്റെ അച്ചീവ്മെന്റ് നമുക്ക് പ്ലാൻ ചെയ്യാം, കറണ്ട് ടൈറ്റിലിന്റെ എക്സ്പയറി നമ്മൾ പ്ലാൻ ചെയ്യണം. ഈ 3 കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ എക്സിക്യൂഷൻ ഫീൽഡിൽ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ടേക്ക് ഓഫ് 90 ഡേയ്സിൽ വളരെ ഫാസ്റ്റ് ആയിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നതിലും നോബിൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതും അവർക്കൊരു പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളുടെ ന്യൂ ലൈഫ് കമ്മ്യൂൺ ചെയ്യുന്നത് അതാണ്. There's nothing more noble than helping someone start a new life. Our commune will guide you to do it. ആ ഒരു റെവല്യൂഷന്റെ ഭാഗമായി മോദി കെയറിന്റെ ന്യൂ ലൈഫ് കമ്മ്യൂണിന്റെ വരാൻ എല്ലാവരോടും ഞാൻ പറയുന്നു. അത് എല്ലാവർക്കും അവരുടെ ജീവിതത്തിലെ ഒരു ചേഞ്ച് അടുത്ത 1-2 വർഷത്തിൽ തന്നെ ഫീൽ ചെയ്ത് തുടങ്ങുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ്.